രേണുസുധിയുടെ അവസ്ഥയെക്കുറിച്ച് എല്ലാ മലയാളി പ്രേക്ഷകർക്കും നന്നായി തന്നെ അറിയാം. പലർക്കും അത് കേട്ട് ഒരുതരം വിഷമമാണെങ്കിൽ മറ്റു പലർക്കും അതൊരു സാഹചര്യമാണ്. രേണുവിന് ഒരുപാട് നെഗറ്റീവ് സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം രേണുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതം തന്നെ. എങ്ങനെയാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നായിരുന്നു പലരുടെയും കണ്ണുകടി ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ അവർക്കൊരു അസുഖം വന്നപ്പോൾ പലരും ആ കുറ്റപ്പെടുത്തിയവർ പോലും സഹതപിച്ചെത്തി. എന്നാൽ ഇപ്പോഴും അവരെ കുത്തിവേദനിപ്പിക്കാനായി ഒത്തിരി പേര് ഈ സമൂഹത്തിൽ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് രേണുസുധി ലൈവിൽ വന്നത്. സുധിയുടെ മകൻ പോലും രേണുവിനെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കിച്ചു രേണുവിനെ കാണാനെത്തിയിരുന്നു. എന്നാൽ രേണു സീരിയസ് ആയി ആശുപത്രിയിൽ അഡ്മിറ്റായത് കാരണം കൊണ്ട് കിച്ചുവിന് കാര്യമായൊന്നും രേണുവിനെ കണ്ട് സംസാരിക്കാനുമായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പല മെസ്സേജുകളും വരുന്ന കൂട്ടത്തിലാണ് രേണുവിനൊരു മെസ്സേജ് വന്നത്. നീ വേഗമൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന്. ആ വാക്കുകൾ രേണുവിനെ വല്ലാതെ മുറിപ്പെടുത്തി. അതിന് കാരണവുമുണ്ട്. അത്രയധികം വേദന സഹിച്ചാണ് അവർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു കുഞ്ഞു മകൻ കൂടിയുണ്ട്. ആ മകൻ അമ്മയുടെ ഈ അവസ്ഥ കണ്ട് എന്നും നേറുകയാണ്. അതുകൂടി കണ്ടതോടുകൂടി സമനില തെറ്റിയ പോലെയാണ് രേണുസുധി പ്രതികരണമായി രംഗത്തെത്തിയത്. ക്യാൻസർ ഒരു വലിയ രോഗമാണ്. അത് മാറാൻ വേണ്ടി നമുക്ക് ആവശ്യം ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, കുറച്ച് മനസമാധാനവും വേണം. അതെനിക്ക് വല്ലാതെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരൽപ്പം ദയ എന്നോട് കാണിച്ചു കൂടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു രേണുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാകുന്നത്.